നിർദ്ദേശങ്ങൾ, ഗൈഡ് ലൈൻസ്. ഓക്കെ, അത് എന്താണെന്നുള്ളത് ചോദ്യമായിട്ടുണ്ട്. 2 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക്. 2 മാർക്കേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ശ്രദ്ധിക്കുക. എന്താ സാധനം? ഗൈഡ് ലൈൻസ് ഫോർ ഫൈൻഡിങ് എക്സ്ട്രീമ ഓഫ് എ ഫംഗ്ഷൻ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ f of x on ഇന്റർവൽ a b. ക്ലോസ് ഇന്റർവൽ a b. അതിന് ഇന്ദുലേഖ എന്നെ ഒന്ന് സഹായിക്കണം തുടക്കത്തിൽ. സാർ അത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ അത് ശരി പറയൂ. അപ്പോഴ് ആദ്യത്തെ കണ്ടീഷൻ നമുക്ക് ഒരു ക്രിട്ടിക്കൽ നമ്പർ കാണുന്ന ഒരു പരിപാടി ഇല്ലേ മോളെ? ഹലോ, ഫസ്റ്റ് എന്താണ്? ക്രിട്ടിക്കൽ പോയിന്റ്സ്. ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കുന്ന പരിപാടി. അത് നമ്മൾ ഓർക്കുന്നുണ്ടാവും. f' 0, അതുപോലെ തന്നെ f' does not ചെയ്യാത്തത്. അത് ഓപ്പൺ ഇന്റർവെൽ a b കണ്ടുപിടിക്കേണ്ടത്. ഓപ്പൺ ഇന്റർവെൽ a b. അല്ലെങ്കിൽ നിങ്ങൾ ഇത് പറഞ്ഞാൽ മതി. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? ഫൈൻഡ് ദ ക്രിട്ടിക്കൽ നമ്പേഴ്സ് ഇൻ ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവെൽ a b. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? Find the critical numbers in open interval a b. Critical numbers in ഇതൊന്നും വേണ്ട, in open interval a b. കിട്ടിയോ? സർ. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല്, ഈ ക്രിട്ടിക്കൽ നമ്പേഴ്സ് കണ്ടല്ലോ, അവിടെയൊക്കെ എഫ് വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ കമ്പ്യൂട്ട് എന്ത് വാല്യൂസ് ആണ്? എഫ് വാല്യൂസ് of critical numbers at critical numbers. ഏത് പോയിന്റിലാണ് ക്രിട്ടിക്കൽ numbers? അതിന്റെ കൂടെ നമ്മൾ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും കൂടി കാണണം. എന്തുകൂടി കാണണം? എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും കാണണം. അപ്പൊ എന്ത് ചെയ്യണം? രണ്ടാമത്തെ കണ്ടീഷൻ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ഗൈഡ് ലൈൻ എന്താ? Compute f values at critical numbers and f of a and f b. എഫ് വാല്യൂസ് അവിടെ മാത്രമല്ല, എന്തും എവിടെ കൂടി കാണണം? എയിലും ബിയിലും കാണണം. ക്ലിയർ ആയോ? എന്നിട്ട് നമ്മൾ അതിന് മൂന്നാമത്തെ കണ്ടീഷൻ എന്താ വെച്ചാല്, അതിന് നമ്മള് എല്ലാ വാല്യൂസും ഇവിടെ ടാബുലേറ്റ് ചെയ്യും. എക്സ് വാല്യൂ, പിന്നെ ആരാ? എഫ് എക്സ് വാല്യൂ. എയില് കാണും, ബിയില് കാണും, പിന്നെ ഏത് നമ്പേഴ്സിൽ കാണും? ക്രിട്ടിക്കൽ നമ്പേഴ്സിൽ കാണും. എന്നിട്ട് എന്താ ചെയ്യുക? എക്സ്ട്രീമം എന്ന് പറയുമ്പോ നമ്മൾ അതില് എന്താ കാണുക? നമ്മൾ പറയും അതിൽ ഏറ്റവും കൂടിയ എഫ് വാല്യൂവിനെ എന്ത് പറയാ? എക്സ്ട്രീമ ഓഫ് ഫംഗ്ഷൻ. ഏത് എക്സ്ട്രീമ? അബ്സല്യൂട്ട് മാക്സിമ. അബ്സല്യൂട്ട് മാക്സിമം. പിന്നെ ആരാണ് ഏറ്റവും? അബ്സല്യൂട്ട് മിനിമം. ഏറ്റവും അതിനെന്താ പറയാ? ഏറ്റവും ചെറുതിനെ നമ്മൾ അബ്സല്യൂട്ട് മിനിമം. ഇപ്പൊ 3 സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞു നോക്കിയേ നീ. ഗൈഡ് ലൈൻസ് ഫോർ ഫൈൻഡിങ് extreme of function f of x at closed interval a b. എറ്റല്ല, ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ a b. closed interval a b. ഒന്നാമത്തെ എന്താ? first find the critical numbers in open interval a b. Second, compute f values at the critical numbers and also at f of a and f of b. അല്ല, ക്രിട്ടിക്കൽ നമ്പേഴ്സിലും കാണുക, എയിലും ബിയിലും കാണുന്നു. Okay, sir. Critical numbers together with ആരൊക്കെ? എയിലും ബിയിലും. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ ടാബുലേറ്റ് ചെയ്യണം. എക്സ് എഫ് ഓഫ് എക്സ്. അല്ല, ടാബുലേറ്റ് ചെയ്യണമെന്നില്ല. അതിൽ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? The absolute maximum value of f and the absolute minimum value of f are precisely the largest and smallest numbers found in step 2 കണ്ടുപിടിച്ചിട്ടുള്ള ലാർജസ്റ്റ് വാല്യൂവിന്റെ അബ്സല്യൂട്ട് മാക്സിമം എന്നും പിന്നെ ഏതാണ് അബ്സല്യൂട്ട് മിനിമം. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. അതിനെ ടാബുലേറ്റ് ചെയ്യുക, ഈ പോയിന്റ്സിലൊക്കെ കണ്ടുപിടിക്കുക. ഓക്കെ, ഇങ്ങനെ വേർഡിംഗിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഒന്നുകൂടി പറയാം സാറ്, വായിക്കാം, നിങ്ങൾക്ക് നോട്ടായിട്ട് എഴുതാവുന്നതാണ്. ഗൈഡ് ലൈൻസ് ഫോർ ഫൈൻഡിങ് ദ എക്സ്ട്രീമ ഓഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് ഓൺ എ ക്ലോസ്ഡ് ഇന്റർവൽ a b. ഒന്നാമത്തത്, ഫൈൻഡ് ദ ക്രിട്ടിക്കൽ നമ്പേഴ്സ് ഓഫ് എഫ് that lie
in open interval AB. Compute the value of F at each of these critical numbers and Sir, also പതുക്കെ പറയണോ അല്ലേ? ആദ്യത്തെ എഴുതിയോ? ഒന്നാമത്തെ തൊട്ടൊന്ന് പറയോ? Find the critical numbers of F. Find the critical numbers of F that lie in open interval AB. In open interval AB. കഴിഞ്ഞോ? sir. രണ്ടാമത്തെ compute the value of F. Compute the value of F at each of compute the value of F at each of these critical numbers. At each of these critical numbers, comma, and also compute f of a and f of b. F of a and f of b. Is it over? Yes, sir. Third guideline. The absolute maximum value of f. The absolute maximum value of f and the absolute minimum value of f and the absolute minimum value of f are precisely the largest and smallest the largest and smallest numbers found in step 2. കിട്ടിയോ മോളെ? sir. സ്റ്റെപ്പ് 2 നമ്മൾ കണ്ടുവച്ചില്ലേ? എഫ് ഓഫ് എ കണ്ടു, എഫ് ഓഫ് ബി കണ്ടു, പിന്നെ ഏത് പോയിന്റിലും കണ്ടു, ഏത് നമ്പേഴ്സിലും കണ്ടു? Critical എല്ലാം കണ്ടായിരുന്നു. ക്ലിയർ ആയോ കുട്ടി? sir. അപ്പൊ ഇതാണ് ഒരു ചോദ്യത്തിന് ഉത്തരം. എന്താണത്? ഗൈഡ്ലൈൻസ് ഫോർ ഫൈൻഡിങ്. പറയുമോളെ, ഗൈഡ്ലൈൻസ് ഫോർ ഫൈൻഡിങ് Extrema of continuous function on in or closed interval AB. ക്ലോസ്ഡ് ഇന്റർവൽ എ. അടുത്തൊരു ഫംഗ്ഷൻ തന്നിരിക്കുന്നു. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 sin x പ്ലസ് sin 2x. 2 sin x പ്ലസ് sin 2x. ഇതാണ് ഫംഗ്ഷൻ. ലെറ്റ് എഫ് എക്സ് ഈക്വൽ ടു 2 sin x പ്ലസ് sin 2x. ഫംഗ്ഷൻ കണ്ടോ? Sir. Use a graphing utility to plot the graph of the f using. അത് നമ്മൾ യൂട്ടിലിറ്റി അത്ര എളുപ്പമല്ല മക്കള്, ശ്രദ്ധിക്കുക. ഇവിടെ എക്സിന് കൊടുക്കേണ്ടത് ക്ലോസ്ഡ് ഇന്റർവെല് തന്നിരിക്കുന്നത് 0, 3, 5 by 1. എന്താണ് എ ബി തന്നിരിക്കുന്നത്? എ എത്ര മോളെ? എ എത്രയാ? 0. ബി എത്രയാ? 3 pi by 2. 3 pi by 2 ആണ്. ഓക്കെ, ഈ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് നമ്മൾ നോക്കിയാൽ കാണാം 2 sin x പ്ലസ് sin 2x ആണ്. ഈ ഫംഗ്ഷന്റെ ഏറ്റവും കൂടിയ വാല്യൂ വരാൻ പോകുന്നത് എന്താ മോളെ? sin x ന്റെ ഏറ്റവും കൂടിയ വാല്യൂ എത്രയാ? പറയൂട്ടി. sin തീറ്റയുടെ വാല്യൂ ഏറ്റവും കൂടിയത് എത്രയാ മോളെ? 1. കുറഞ്ഞത് എത്രയാ? 0. അല്ല, മൈനസ്. എവിടെ നീ പഠിച്ചേ? ഏതാ സ്കൂള്? ഞാൻ ലിറ്റിൽ ഫ്ലവറിലായിരുന്നു. എല്ലാ ഫിലമെന്റ്സ്. ഏറ്റവും കൂടിയ വാല്യൂ 1ഉം സൈന്റെ ഏറ്റവും കൂടിയ വാല്യൂ എത്രയാ? കൂടിയ വാല്യൂ 1ഉം കുറഞ്ഞ വാല്യൂ -1ഉം ആണ്. നീ ഇതില് അപ്പൊ ഇതിന് 1 വെച്ച് കൊടുത്തു. 2 × 1 2. ഇതും 1 വരില്ലേ? അപ്പൊ ഇതിന് കൂടിയ വാല്യൂ എത്ര വരെ വരാം? 3 വന്നൂടെ? കുറഞ്ഞത് എത്ര വരും?
കുറഞ്ഞ വാല്യൂ -1 വരാവുന്നത്. ആ ആ അപ്പൊ ഇതൊരു -2 ആവും, ഇത് -1 ആവും. അപ്പൊ 3 -3. -3. അപ്പൊ ഈ ചങ്ങാതി ഏതിന്റെ കൂട്ടിലുണ്ടാവാം? -3 തൊട്ട് എത്ര വരെ പോവാം? 3 വരെ. 3 വരെ പോവാം. ഒരു അപ്രോക്സിമേറ്റ് ആണ് സാർ പറഞ്ഞേട്ടാ. ആ ഓക്കെ. അപ്പൊ നമ്മൾ ഇയാളുടെ പടം വരയ്ക്കുമ്പോ നമ്മള് ഈ രണ്ട് പിന്നെ ഇത് എക്സ് ഇത് ആരാ വൈ ആണ്. നമ്മള് ഇത് ആരുടെ വാല്യൂ ആണ്? എക്സ് വാല്യൂ ആണ്. ഇതോ y വാല്യൂ. വൈ. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ പടം വരയ്ക്കുമ്പോ എക്സ് എവിടെ തൊട്ട് എവിടെ വരെ പോകണം? 0 തൊട്ട് എത്ര വരെ പോകണം? 3 5/2. വൈയുടെ വാല്യൂ 3.14 എന്ന് അറിയാലോ. ആ മൾട്ടിപ്ലൈ 3 into 3.14 divided by 2 എന്തെങ്കിലും ആവട്ടെ. 9/2 5ന്റെ അടുത്ത് വരും അല്ലേ? ആ 4.5 കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ 4.5 വരുന്നത്. റൈറ്റ്. 0 തൊട്ട് 3π/2 വരെ. ക്ലിയർ ആയോ? ആ സർ. വൈ വാല്യൂ എന്താ വരുന്നത്? -3 തൊട്ട് 3 വരെ. 3 വരെ. അപ്പൊ നമുക്ക് കർവ് ഉണ്ടാകാവുന്ന സാധ്യതയുള്ളത് ഇതിന്റെ ഉള്ളിലാണ്. ഈ പെട്ടിയുടെ ഉള്ളിൽ പെട്ടില്ല. ആ കൂടിയ വാല്യൂ 3 ആണ്, കുറഞ്ഞ വാല്യൂ -3 ആണ്. എക്സ് 0 തൊട്ട് എത്ര വരെ പോകുള്ളൂ? 3π/2 വരെ പോകുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്കറിയാം എക്സിന് 0 എടുത്ത് സൈൻ 0 0 സൈൻ 0 0 0 + 0 0. അപ്പൊ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യും ഫംഗ്ഷൻ. ആ ഇങ്ങനെയൊക്കെ പോയിട്ടൊക്കെയാണ് ഈ ഫംഗ്ഷൻ പോവാ. ആ സർ. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് പടം വരയ്ക്കാനില്ലാത്തതുകൊണ്ട് നമുക്ക് നേരിട്ട് എന്തിലേക്ക് കിടക്കാം? ഇയാളുടെ ആബ്സല്യൂട്ട് വാല്യൂ എന്തായിരിക്കും? എക്സാക്ട് ആബ്സല്യൂട്ട് വാല്യൂ, ആബ്സല്യൂട്ട് മിനിമം, മാക്സിമം മിനിമം ഒന്ന് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്യണം? f'(x) എന്ത് ചെയ്യണം? f'(x) = 2 cos x plus 2 cos x plus sin അല്ല cos sin 2x എന്താ? cos 2x. cos 2x into 2. അപ്പൊ 2 cos x 2x ആയി. ആ ഇതാണ് എന്ത്? f'. നമ്മൾ എന്ത് കാണാനാ പുറപ്പെടുന്നപ്പോ? എന്ത് നമ്പർ കാണാനാ പോണേ? ക്രിട്ടിക്കൽ Critical നമ്പേഴ്സ്. number. Therefore, that f'(x) must be equal to എന്തായിരിക്കണം? f'(x) equal to ക്രിട്ടിക്കൽ നമ്പേഴ്സ് ഇങ്ങനെ കിട്ടുമ്പോൾ f'(x) 0 ആവണം, അല്ലെങ്കിൽ f'(x) ഡിഫൈൻഡ് അല്ലാണ്ട് ഇല്ല അല്ലാണ്ടിരിക്കും. ഡിഫൈൻ അല്ലാണ്ട്. അല്ല. അപ്പൊ f'(x) കിട്ടി. ഇത് അല്ലാണ്ടിരിക്കുന്ന പരിപാടി ഇല്ല. കാരണം എന്താ? cos 2x ഒക്കെ അല്ലേ വരണേ അവിടെ. ആ അയാൾ എല്ലായിടത്തും ഡിഫൈൻഡ് ആണ്. അപ്പൊ അല്ലാണ്ടിരിക്കില്ല. അപ്പൊ എന്താവാനാ എന്ത് നോക്കുക വേണ്ടത്? f'(x) എന്താക്കണം? f'(x) Zero ആക്കണം. 0 This must be equal to എന്തായിരിക്കണം? 0. 0. അപ്പൊ 2 cos x plus 2 cos 2x must be equal to എന്തായിരിക്കണം മോളെ? 0 ആയിരിക്കണം. That is 2 into cos x plus cos 2x equal to 0. Am I right? ആ സർ ശരി. That is cos x plus cos 2x equal to 0. Am I right? യെസ് സർ. ഇതുവരെ വളരെ ശരിയാണോ? ആ സർ ശരിയാണ്. ഇതുവരെ ശരിയാണ്. കാരണം 2 0 ആവില്ല. cos 2x ന്റെ മക്കൾ ഒരു ഫോർമുല പഠിച്ചിട്ടില്ലേ? cos x കോസ് വെച്ചിട്ടുള്ള ഫോർമുലയാണോ? 2 cos square x minus 1 equal to 0. ഇതും പഠിച്ചിട്ടുള്ളതല്ലേ? ആ സർ പഠിച്ചിട്ടുള്ളത്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടില്ലേ? 2 cos square x plus cos x minus 1 equal to 0. ആ സർ. ഇതുവരെ വളരെ ശരിയല്ലേ? ആ സർ ശരിയാണ്. വളരെ ശരിയാണ്. ഇതൊരു ക്വാഡ്രാറ്റിക് ഇൻ cos x അല്ലേ? ആ സർ. നോക്കിയേ, ax square plus bx plus c equal to 0 നെ നമ്മൾ ക്വാഡ്രാറ്റിക് എന്ന് പറയാം അല്ലേ? ആ സർ. ax plus bx plus c equal to 0 നെയാണ് ക്വാഡ്രാറ്റിക് എന്ന് പറയാം. അതെ. ഇവിടെ x ന് സ്ഥാനത്ത് ഞാൻ cos x കൊടുത്താൽ എന്തായിട്ട് മാറും? x ന് പകരം cos x, a ക്ക് പകരം 2 കൊടുത്തു,
ബിക്ക് പകരം 1 കൊടുത്തു, സിക്ക് പകരം -1 ഒക്കെ കൊടുത്തു. കിട്ടണ്ട? ആ സർ മനസ്സിലാവണുണ്ടോ? ആ അപ്പൊ സർ ഞാൻ മനസ്സിലാവും. ഇതിനെന്താ വിളിക്കുന്നത്? ഇതിനെന്താ വിളിക്കുക? അപ്പൊ ദിസ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ, പറയൂ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ കോസ് അത് in cos x. Clearly? സോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ്. ഇവിടെ നമ്മുടെ താരം എക്സ് അല്ല, കോസ് എക്സ് ആണ് താരം, അല്ലേ? അതെ. മൈനസ് ബി എന്ന് പറഞ്ഞാൽ എത്രയാ? -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1. Am I right? ഫോളോ ചെയ്യുന്നത് ഇവിടെ എ എത്ര? 2, ബി എത്ര? 1, സി ഈക്വൽ ടു എത്രയാ? -1. അതെല്ലാം കൂടി മൈനസ് ബി പ്ലസ് ഓർ മൈനസ് കൊടുക്കുക. ആ സർ. -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 into square, that is 1 minus 4ac, 4 into 2 into -1. അപ്പോൾ പ്ലസ് 8 വരും. ഇത് പ്ലസ് 8 വരും. by 2a, 2 into 2. ക്ലിയർ ആയോ? സർ ക്ലിയർ ആയി. -1 പ്ലസ് ഓർ മൈനസ് 3/4. Okay, that is equal to -1 plus 3 എത്രയാ? 2/4. ശരിയാണോ? ആ സർ ശരിയാണ്. മൈനസ് കൊടുത്താലോ? -4. -4/4. That is 1/2 comma -1. -1. Therefore, the values of x are in the cos x ആണ് 1/2. എപ്പോഴാ cos theta 1/2 ആവുക? 60 ഡിഗ്രി. 60 അല്ലേ? 60 അല്ലേ? നീ എന്താ x is equal to ആര് വരാം? 60 വരാം. That is π/3 അല്ലേ? ആ സർ കറക്റ്റ്. പിന്നെ വരുന്നത് cos x -1 ആവണത് പൈയിലാണ്. ആ സർ. cos പൈ എത്ര? -1 ആണ്. -1 ആണ്. ഓക്കെ ഓക്കെ ആണ് സർ. അപ്പൊ നോക്കി നമ്മള് π/3 പൈ അതൊക്കെ ഈ ഇന്റർവെലിന്റെ അകത്തല്ലേ കിടക്കണേ? നോക്കിയേ നീ, അതെ. 0 to 3 π/2 സേഫ് അല്ലേ അയാള്? അതെ സേഫ് ആണ്. അപ്പൊ നമ്മളിനി അപ്പൊ ഏതിനും കൂടി പരിഗണിക്കണം. വാല്യൂ കാണുമ്പോ എഫ് കാണുമ്പോ 0നും 3π/2. അപ്പൊ ഞാൻ ഇവിടെ എക്സ് എഴുതുന്നു, ഇവിടെ എഫ് എക്സ് എഴുതുന്നു. പറഞ്ഞത് 0 കൊടുത്താൽ 0 എഫിലാണ് കൊടുക്കുന്നത്. കിട്ടുന്നുണ്ടോ കുട്ടി? ആ സർ കിട്ടുന്നുണ്ട്. ഇനി ഏതാ വരുന്നത്? അടുത്ത വാല്യൂ ഏതാണ്? π/3. π/3 കൊടുത്താൽ sin π/3 √3/2 അല്ലേ? അതെ. 2 into √3/2 പ്ലസ് sin 120 വരില്ലേ? അല്ല 120 ആണ്. sin 120 എന്ന് പറഞ്ഞാൽ sin π -60 ആണ്. 180 മൈനസ് 60 അല്ലേ മോളെ? അതെ സർ. 120 എന്ന് പറയുക. അപ്പോ sin ഈ സാധനമാണ് കാണുന്നത്. 120 ആണ്. ഓക്കെ, sin π - θ എന്ന് പറഞ്ഞാൽ sin θ ആണ്. sin π - θ ആണ്. sin θ ആണ്. sin θ ആണ്. അപ്പൊ ഇതെന്താ? sin 60 വരില്ലേ? ആ സർ. sin 60 എന്ന് പറഞ്ഞാൽ എത്രയാ? sin 60 √3/2. ക്ലിയർ ആയോ? ആ സർ ക്ലിയർ ആയി. അപ്പൊ ഏതൊക്കെയായി അവിടെ? 2√3/2 പ്ലസ് √3/2. അപ്പൊ എത്ര √3/2 ആയി? 3√3/2. അതെ അതെ, പോട്ടെ. ഇനി അടുത്തത് പൈ കൊടുത്തു. sin 2πയും 0. ഇനി ഏതാ? 3π/2. 3π/2 എന്ന് പറഞ്ഞാൽ 270 അല്ലേ? π പ്ലസ് π/2. ആ അതെ 270 ആണ്. 270 sin 270 -1 ആണ്. അതെ അല്ലേ? അതെ സർ. അപ്പൊ ഇത് 2 into -1 ഈ സാധനം കിട്ടിയോ? 2 into -1 ആ കിട്ടി. ഇനി കിട്ടുന്നത് sin 2x ആണ്. അപ്പൊ 2 into
3 pi by 2. അപ്പൊ 3 pi 3π വരും. സൈൻ പൈ 2π 3π 0 ഒക്കെ സീറോ. സീറോ. അപ്പൊ ആൻസർ എത്രയാ? -2 വരും. -2 വരും. ഇനി നമുക്ക് മാക്സിമം മിനിമത്തിന്റെ കാര്യത്തിലേക്ക് കിടക്കാം. നീ ഒന്ന് പറഞ്ഞു നീ. -2 മിനിമം. -2 ആണ് മിനിമം. അത് എവിടെയാ സംഭവിക്കണേ? 3 pi by 2. 3π/2 അയാൾ ഏറ്റവും താഴേക്ക് പോയി. പിന്നെ pi by 3 മാക്സിമം. pi by 3 π/3 മാക്സിമം. എത്രയാണത്? 3√3/2. എന്ത് രസമായിട്ടാ പറയണേ. നന്നാവുണ്ടല്ലോ. ഇഷ്ടാവണുണ്ടോ ചെയ്തു വരുമ്പോ? ഇഷ്ടമുണ്ട്. അപ്പൊ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ എത്രയാ? pi by 3 3√3/2 ആണ്. -2 at 3 pi by 2. ഇതിന്റെ തന്നെ കണ്ടിന്യൂ ചെയ്യിക്കണത് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. നല്ല രസമായിട്ട് പറയുന്നുണ്ട്. വേറെ ആൾക്ക് ചാൻസ് കൊടുത്തില്ലേ അവര് എന്നോട് ചീത്ത പറയില്ലേ? അടുത്ത ആളാരാ? അടുത്തന്റെ കഴിഞ്ഞ ഉടനടി ആ ലിസ്റ്റിൽ ആരായിരിക്കും ഇരിക്കുന്നത്? അതെനിക്ക് അറിഞ്ഞൂടാ. മിലനാണ്. എനിക്ക് അറിഞ്ഞൂടാ. അല്ല മോളെ ആ പേരിലിരിക്കണ്ടാവും. സർ ഞാൻ തന്നെയാണ്. ദീപക്കാണോ? അല്ല, ദീപക് അല്ലേ? ദീപു, മിസ്റ്റർ ദീപക്, നേരങ്ങളല്ലട എന്റെ. പോരെ, വണ്ടി റെഡി അല്ലേ? വണ്ടി റെഡിയാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എച്ച് ആണ് എച്ച് എക്സ് എന്ന് പറയും, അല്ലെങ്കിൽ എഫ് എക്സ് വേറെ പേര് വിളിച്ചത് എച്ച് ഓഫ് എക്സ് വിളിച്ചു. എക്സ് റേസ് ടു 4 മൈനസ് 4x പ്ലസ് 12 ഇയാളുടെ എന്താ കാണാം? ഫൈൻഡ് ദ ക്രിട്ടിക്കൽ നമ്പേഴ്സ് ഇഫ് എനി ഓഫ് ദി ഫംഗ്ഷൻ. ഇതിന്റെ ക്രിട്ടിക്കൽ നമ്പർ കണ്ടുപിടിക്കും. ഏത് നമ്പർ ഉണ്ടാ? ക്രിട്ടിക്കൽ നമ്പർ കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ എന്താ മോനെ? h dash of x equal to 0, h dash of x does not exist. അതന്നെ. ഇതിൽ ഏത് വരാനാണ് സാധ്യത? h dash of x equal to 0. Four x cube minus 12x squared. 4x cube minus 12x square കഴിഞ്ഞില്ലേ? Equal to 0. ഇനി എന്ത് ചെയ്യണം? x squared 4x squared കോമൺ ആയിട്ട് എടുക്കണം. 4x square കോമൺ ആയിട്ട് എടുക്കണം. x minus 3. Therefore, what are the critical numbers? X is equal to 0 and x is equal to 3. Can you follow? Sir. ഈ പ്രോബ്ലത്തിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്ത് കാണാനാ പറഞ്ഞിട്ടുള്ളൂ? Critical നമ്പേഴ്സ്. പോയിന്റ്സ് എന്ന് പറഞ്ഞ ഉടനടി അതിന്റെ വൈ വാല്യൂ കൂടി കണ്ടുപിടിക്കണം. മനസ്സിലായി? എക്സ് ഇപ്പൊ എക്സിന് 0 എടുത്തോടെ 12 കിട്ടില്ലേ? 0 12. അതൊരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. മനസ്സിലായോ പറയണത്? മനസ്സിലായി. ഇനി 3 കൊടുത്താൽ കിട്ടുന്ന അടുത്ത ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടിയോ? ഇതിനെന്തിനാ വിളിക്കുക? ക്രിട്ടിക്കൽ നമ്പേഴ്സ്. ചിലപ്പോ ഇത് 0 to 4 വരെ കാണാനൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുക. എന്ത് കാണാൻ പറഞ്ഞു തരുക? 0 to 4 വരെയാണ് നമ്മൾ കാണാൻ എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പോയിന്റിലെ വാല്യൂ കൂടി കണ്ടുപിടിക്കും. ഇനി എക്സ്ട്രീമം കാണണമെങ്കിൽ പോണേ എവിടത്തെയൊക്കെ കാണണം? 0 4 അതിന്റെ ഇടയിലത്തെ 3. ക്ലിയർ ആയോ? എന്നിട്ട് ആ 3 എണ്ണത്തിൽ നമ്മൾ എന്ത് നോക്കും കൂട്ടാ? അല്ലാന്ന് അതിലത്തെ ഏറ്റവും വലുത് എക്സ്ട്രീം മാക്സിമം കാണാനായിട്ട് വലുതാണ്. h0 കാണും, h3 കാണും, h4 കാണും അല്ലേ? എന്നിട്ട് അതില് വലുതും ചെറുതും ഏറ്റവും വലുതിനെ എക്സ്ട്രീം മാക്സിമം എന്ന് വിളിക്കും. ഏറ്റവും ചെറുതിനെ മിനിമം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇവിടെ പക്ഷേ ഈ ചോദ്യത്തിൽ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ക്രിട്ടിക്കൽ നമ്പേഴ്സ് കാണാൻ മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. അടുത്തേല് ചോദിച്ചേക്കണത്
fx equal to x square minus x minus 2. പകരം x square minus x minus 2. -2. 0 തൊട്ട് 2 വരെയുള്ള ഇതിന്റെ എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്. മാക്സിമം മിനിമം, ആബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മാക്സിമം. പെട്ടെന്ന് പറഞ്ഞു, അറിയാം, പെട്ടെന്ന് പറഞ്ഞു. F dash of x equal to 0. F dash x equal to 0 ആണ്. പറഞ്ഞു 2x minus 1 is equal to 0. 2x minus 1 equal to 0. Therefore, X is equal to 1 by 2. x is equal to 1 by 2. നീ ഏതാ സ്കൂള്? ഞാൻ ഭവൻസ് ഭവൻസ് എവിടെ? കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂര്. കൊടുങ്ങല്ലൂർ. അപ്പൊ x is equal to 1 by 2 കിട്ടി. അപ്പൊ നമ്മൾ എവിടെയൊക്കെ നോക്കണം മോനെ? എവിടെയൊക്കെ നോക്കണം? 0, 1 by 2 and 2. അപ്പൊ നമ്മൾ x വാല്യൂസ് കണ്ടുപിടിക്കല്ലേ, x വാല്യൂസും fx വാല്യൂസും കണ്ടുപിടിക്കണം. ആദ്യത്തെ വാല്യൂ 0 കൊടുത്താൽ എത്ര കിട്ടും? 0 കൊടുത്ത -2. മൈനസ്. ഇനി എത്രയാ? 1 by 2. 1 by 2. 1 by 2 1 by 4 minus 1 by 2 minus 2. അതെന്ന് പറഞ്ഞു. 4 LC എടുത്താൽ 1 minus 2 minus 8. ആണോ? തെറ്റുണ്ടോ സാറിന്? minus 9 by 4. എത്ര വരിക? മൈനസ് minus 9 by 4. മൈനസ് 9 by 4. മൈനസ് 9 by 4. ഇനി ഏതാ പോയിന്റ്? 2 കൊടുക്കണം. അപ്പൊ 4 മൈനസ് 2 മൈനസ് 2 2 to 0. What are the inference എന്തൊക്കെയാണ് നിന്റെ? X is equal to 0. F of x minus 2 extreme minimum. X equal to 0 minus 9 by 4. minus 9 by 4. 1 by 2. 0 ലാണോ? 1 by 2. 1 പണിവാളിയാ? by 2. ചെറുതായിട്ട്. ചെറുതായിട്ട്. അപ്പൊ എവിടെയാ എക്സ്ട്രീം മിനിമം എന്താ? 1 by 2 ല് minus 9 by 4. വാല്യൂ minus 9 by 4. പിന്നെ മാക്സിമം എവിടെയാ? maximum 2 ല് 0. അത് എന്താ മാക്സിമം എന്ന് പറഞ്ഞ കിട്ടണം. വാല്യൂ വാല്യൂ എത്രയാ? മാക്സിമം വാല്യൂ 0. ക്ലിയർ ആയി? സർ. അപ്പൊ നീ തോന്നൊക്കെ ചെയ്യില്ലേ? എന്താ ചെയ്ത് നമ്മള്? എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിച്ച്. എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിച്ചു. ആ യെസ് 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 യെസ്. ഒരെണ്ണം കൂടിയും പറഞ്ഞിട്ട് പോയി. നീ നന്നായി പറയണ്ടല്ലടാ. എഫ് ഓഫ് ടി ഈക്വൽ ടു ഇങ്ങനൊരു സാധനം. എഫ് ഓഫ് ടി ഈക്വൽ ടു 20t. തന്നെയല്ലേ സാർ പറഞ്ഞേ? 20t minus 40 root 2 root t plus 50. 0 less than or equal to t less than or equal to 4. ഇങ്ങനെ തന്നിരിക്കുന്നു. കണ്ടോ നീ? ആ ഇതിൽ ചോദ്യം വലിയൊരു ചോദ്യമാണ്. ചോദ്യം എന്താ പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചങ്ങാതി വെളിച്ചാവുമ്പോ കുത്തിയിരുന്ന് കണ്ട് പിന്നെ ട്രാഫിക് നോക്കാതിരിക്കടാ. എന്ത് നോക്കാതിരിക്കുക? ട്രാഫിക്. ഞാൻ കഥ മുഴുവൻ വായിക്കാം. ട്രാഫിക് ഫ്ലോ ആണ്. ദ ആവറേജ് സ്പീഡ് ഓഫ് ട്രാഫിക് ഫ്ലോ ഓൺ എ സ്ട്രെച്ച് ഓഫ് റൂട്ട് 124 ബിറ്റ്വീൻ 6 AM to 10 AM. നിങ്ങളുടെ മുന്നിലത്തെ വഴിയാന്ന് വിചാരിച്ചോ? റൂട്ട് 124 എന്ന് പറഞ്ഞാൽ നമ്മള് പിന്നെ 47 NH 47 ഒക്കെ വിളിക്കില്ലേ പിള്ളേരെ? ആ എന്ന് പറഞ്ഞ പോലെ എപ്പോ നേരം വിളിക്കുമ്പോ എനിക്കണം കേട്ടോ. 6 മണി തൊട്ട് 10 മണി വരെ. എത്ര മണി തൊട്ട് എത്ര മണി വരെയാ? 6 മണി തൊട്ട് 10 മണി. 6 മണി വരെ. എത്ര മണിക്കൂറുണ്ട്? 4 മണിക്കൂർ. 4 മണിക്കൂർ. ടി തന്നുണ്ട്. 6 മണി തൊട്ട് 10 മണി വരെ എത്ര മണിക്കൂറായി? 0 തൊട്ട് 6 മണി 0. 10 മണി എത്രയും? എത്ര? 4. On a typical weekday is approximately by the function. ഇതാണ് അവന്റെ എന്ത് ഫ്ലോ? ട്രാഫിക് ഫ്ലോ. The average speed of traffic flow. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് വണ്ടികളുടെ? അപ്പൊ മൊത്തത്തിൽ അവരുടെ മൂവ്മെന്റിനെ പറ്റിയാ പറയണ വണ്ടികളുടെ. അത് ഈ ഫംഗ്ഷനെ ഫോളോ ചെയ്യും. കിട്ടിയോ? Where ft is measured in miles per hour. F of t എങ്ങനെയാ മെഷർ ചെയ്യണേ? അത്രയ്ക്ക് മൈൽ
per hour. hour. And T is measured in hour. അത് നമുക്കറിയാം. കാരണം 0 to 4 എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി 6 മണി തൊട്ട് 10 മണി വരെ എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാ? 4. അപ്പൊ T എന്തിലാ? ടൈം എന്തിലാ? Hourly. അവറിലാണ്. പിന്നെ T equal to 0 corresponding to 6 AM. അത് നമ്മൾ 10 മണി. വളരെ നന്നായിട്ട്. At what time the morning is the average speed of traffic flow highest? At what time morning is it lowest? കിട്ടിയൂട്ടാ. അപ്പൊ എന്താ നമുക്ക് ഇവിടെ എന്താ കിട്ടേണ്ടത്? F of T maximum, F of T minimum ആയിട്ടുള്ള പോയിന്റിലെ T. F dash of T കാണാൻ 20 minus 40 by 2 root T. ഇത് ഈക്വൽ ടു 0 ചെയ്യണം അല്ലെ? അതായത് 20 മൈനസ് 20 by root T. ഈക്വൽ ടു 0 അല്ലെ? 20 common ആയിട്ട് 20 into 1 minus 1 by root T. 1 by root T equal to 0 അല്ലെ? That is 1 minus 1 by root T equal to 0. 1 by root T is equal to 1 by root T is equal to 1. 1 by root T equal to 1. T equal to 1. T equal to 1. Easy. Square equal T equal to 1. അല്ലേ? അപ്പൊ T equal to 1 ഇവിടെ T equal to 1 എന്ത് നമ്പറാ? Critical number. ക്രിട്ടിക്കൽ നമ്പറാ. പിന്നെ അതിന് കൂടെ ഒന്നുകൂടി വേണമെങ്കിൽ പറയായിരുന്നു T equal to 0 വരില്ലേ മോനെ? ഇപ്പൊ F dash T ഇവിടെ ഡിഫൈൻഡ് ആണോ? T 0 അല്ല. റൂട്ടിന് 0 ഡിഫൈൻഡ് അല്ല. അറിയാലോ? ക്ലിയർ ആയോ? പക്ഷെ ഇവിടെ ഭാഗ്യത്തിന് നമുക്ക് ഇവിടെ 0 ഇവിടെ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നമുക്ക് 0 അപ്പൊ ഏതൊക്കെ പോയിന്റിൽ കണ്ടാൽ മതി? ഈക്വൽ ടു 1ഉം 0 വരും. അത് പക്ഷെ ഇവിടെ ആവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പൊ എവിടെയൊക്കെ കാണണ്ടേ നമുക്ക്? ടിയുടെ വാല്യൂ ഏതൊക്കെ ആയിരിക്കണം മോനെ? 0 1 4. 0 1 4 കണ്ടുപിടിക്കണം. ഈ വാല്യൂസ് കണ്ടിട്ടില്ലേ മോനെ? പറഞ്ഞേ. 50. T f of T 0 കൊടുത്താൽ എത്ര കിട്ടി? 50. 1 കൊടുത്തു നോക്കി കൂട്ടാൻ. minus 20 30. minus 30. പിന്നെയോ 4 കൊടുത്താലോ? 50. 80 മൈനസ് ഇത് 80 അല്ലേ വരിക? പ്ലസ് 50 എത്രയാ വരിക? 50. ഓക്കെ. ഹലോ. അപ്പൊ ഇയാളുടെ മാക്സിമം എവിടെയൊക്കെയാ വരണ്ടേ? അല്ല 0 4 മിനിമം 1 അതായത് തുടക്കത്തിലും അവസാനം പറഞ്ഞാൽ T equal to 0 T equal to 4 പിന്നെന്താണ്? മിനിമം T is equal to 1 F of T equal to 1 അപ്പൊ എത്രയാ വരണേ? 30 ആണ് വരണേ. അപ്പൊ നമ്മള് പറഞ്ഞിട്ടുള്ളത് എന്താ ചോദിച്ചേക്കുന്ന? ആവറേജ് സ്പീഡ് at what time in the morning is average speed of traffic flow the highest? At what time the morning is the lowest? Clear ആയോ? ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ മാക്സിമം എവിടെ സംഭവിക്കുക? 0 തുടക്കത്തിലും കൊടുക്കും അല്ലെ? 0 4 മിനിമം എവിടെ സംഭവിക്കുക? 1 എന്റെ വാല്യൂസ് പറഞ്ഞിട്ട് 50 and 30 ആണ്. റൈറ്റ്?
ആ സർ. സാർ ഇപ്പൊ ടൈം എന്ന് പറയുമ്പോ 6 AM 10 അങ്ങനെയല്ലേ ഇതിന്റെ? നമ്മളപ്പോ ടൈം പറയുമ്പോ t equal to 0 എന്ന് പറഞ്ഞാൽ ഏതാ? 6 AM 4:10 AM. മറ്റത് 10 AM. അപ്പൊ 6 AM-ലും 10 AM-ലാണ് മാക്സിമം അല്ലേ? പിന്നെ മിനിമം എപ്പോഴാ? 7 AM. 7 AM-ലാണ് ഏറ്റവും കുറവ്. ആയിക്കോട്ടെ. വെരി ഗുഡ്. അത് പറഞ്ഞത് നന്നായി. അപ്പൊ ഇതാണ് ഈ വക പ്രോബ്ലംസ് ആണ് ഈ സൈഡിൽ നിന്നൊക്കെ കാര്യമായിട്ട് ചോദിക്കുന്നത്. ഇനി നമുക്ക് ഇനി അടുത്ത ആളാരാ? നീ കഴിഞ്ഞ പിന്നെ ആരുടെ മോനെ? ദേവിക. എന്താണാവോ ഭയങ്കര പേടിപ്പെടുത്തിട്ടാണല്ലോ ഇരിക്കണേ? ഇല്ല, നെറ്റിന്റെ ഇഷ്യൂ കാരണം ഞാൻ റെസ്പോണ്ട് ചെയ്യാം. റെസ്പോണ്ട് ചെയ്യും. ഓക്കെ. ഇനി പിള്ളേരെ നമ്മള് റോൾസ് തിയറം എന്ന് പറയുന്ന ഒരു തിയറം പഠിച്ചിട്ടുണ്ട്. എന്ത് തിയറാണ്? റൂൾസ് തിയറം. റോൾസ് തിയറം. ആ തിയർ എന്തിനാ ഇവിടേക്ക് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയാം. റോൾസ് തിയർ എന്താ സ്റ്റേറ്റ് ചെയ്യണേന്ന് ചോദിച്ചാൽ ഒരു ഫംഗ്ഷൻ ആരാണ്? ഒരു ഫംഗ്ഷൻ. അയാള് ഇവിടുന്ന് തുടങ്ങി എ തൊട്ട് ബി വരെ പോകുമ്പോ അയാൾ ഇവിടെ ഇതാണ് ഈ അയാൾ കണ്ടിന്യൂസ് ആയിരിക്കണം. എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. കണ്ടിന്യൂസ് ആയിരിക്കണം. ഏത്? ഒന്നാമത്തെ കണ്ടീഷൻ കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇന്റർവെൽ എ ബി ആയിരിക്കണം. ക്ലോസ് ഇന്റർവെൽ എ ബിയിൽ അയാൾ എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. കണ്ടിന്യൂസ് ആയിരിക്കണം. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാള് രണ്ടാമത്തെ കണ്ടീഷൻ എഫ് ഡാഷ് എക്സ് ഓപ്പൺ ഇന്റർവെൽ എ ബിയിലെങ്കിലും എക്സിസ്റ്റ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? എഫ് ഡാഷ് എക്സ് ഓപ്പൺ ഇന്റർവെൽ ഓഫ് എ ബിയിൽ എക്സിസ്റ്റ് ചെയ്തിരിക്കണം. എക്സിസ്റ്റ് ചെയ്യണം. മനസ്സിലായോ? ഇനി എന്താ പറയുന്നത്? മൂന്നാമത്തെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. മൂന്നാമത്തെ കണ്ടീഷൻ ഈ എഫ് ഓഫ് എ എന്ന് പറയുന്നതും എഫ് ഓഫ് ബി എന്ന് പറയുന്നതും തുല്യമായിരിക്കണം. എയിലുള്ള ഫംഗ്ഷൻ വാല്യൂ ബിയിലുള്ള ഫംഗ്ഷൻ വാല്യൂ എന്തായിരിക്കും? നമ്മള് ഈക്വൽ ആയിരിക്കണം. മൂന്ന് കണ്ടീഷൻ പറഞ്ഞു നോക്കിയേ. A function, suppose a Rolle's theorem statement എന്താ? Let f is പറയൂ. F is continuous on closed interval AB. Second condition, f dash of x should be exist on open interval AB. And third condition, f of A should be equal to f of B. F of B. ഇതുവരെ വളരെ ശരിയാണോ? സർ. ഈ മൂന്ന് കണ്ടീഷൻ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? ശാന്തനികേതൻ ഇരിഞ്ഞാലക്കുട. പടിയൂര്. അപ്പൊ ഈ മൂന്ന് കണ്ടീഷൻ വെച്ചിട്ട് ഇതിനെയാണ് കൺക്ലൂഷൻ ഓഫ് റോൾസ് തിയറം വരുന്നത്. ഇനി വരുന്നത് എന്താ? കൺക്ലൂഷൻ. കൺക്ലൂഷൻ ഓഫ് ദി റോൾസ് തിയറം എന്താ പറയുന്നത് വെച്ചാൽ where exists a C in between A and B. A-ക്ക് B-ക്ക് carried out സി ഉണ്ടാവും. സി ഉണ്ടാവും. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് ഡാഷ് സി ഈക്വൽ ടു 0 ആയിട്ട് ആ സിയില് അതിന്റെ ഡെറിവേറ്റീവ് എന്താവും പറയണ പോലെ ഈക്വൽ ടു 0 ആയിരിക്കും. 0 ആയിരിക്കും. ഓക്കെ. യെസ് സർ. ഈ സി ആരുടെ ഇടയ്ക്കാണ് എടുക്കുക? എയുടെയും ബിയുടെ ഇടയ്ക്ക്. എയും ബി ആയ ശരിയാവില്ല. എയും ബിയുടെ ഇടയ്ക്ക്. ഇതാണ് ഏത് തിയറം? റൂൾസ് തിയറം. ഉദാഹരണം എനിക്ക് പരിചയമുള്ള ഒരു ഫംഗ്ഷൻ പറഞ്ഞു. ഉദാഹരണത്തിന് എഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എളുപ്പമുള്ളത് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പറഞ്ഞില്ല. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1. എക്സ് മൈനസ്. അപ്പൊ ഞാൻ മൂന്നാമത്തെ കണ്ടീഷനിലേക്ക് എനിക്ക് ആദ്യത്തെ നോട്ടം എവിടേക്ക് നോട്ടം? മൂന്നാമത്തെ കണ്ടീഷൻ. രണ്ട് എൻഡിലും എന്തായിരിക്കണം? അത് ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആയിരിക്കണം. അത് സാധ്യതയുള്ളത് എക്സ് 0 കൊടുത്താൽ 0 ആവില്ലേ? എഫ് ഓഫ് 0 0 ആവില്ലേ? 0. എഫ് ഓഫ് 1 കൊടുത്താലോ 0 ആവും. 0 ആണ്. അപ്പൊ അതുകൊണ്ട് എഫ് ഓഫ് 0ഉം എഫ് ഓഫ് 1ഉം എന്താ? ഈക്വൽ അല്ലേ? അപ്പൊ നമുക്ക് എടുക്കേണ്ട ഇന്റർവെൽ എന്തായിട്ട് എടുക്കാം? എ ബി ആരായിട്ട് എടുക്കാം? 0 1. 0 1. അതിന്റെ താല്പര്യത്തിന് എടുക്കാം. നമുക്ക് ഇന്റർവെൽ തന്നിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ എടുത്താൽ
എഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ ഒരു എളുപ്പത്തിലുള്ള ഫംഗ്ഷൻ എടുത്തു കരുതിയുള്ളൂ. ഓക്കെ, അതിൽ മൂന്നാമത്തെ കണ്ടീഷൻ ഞാൻ വെരിഫൈ ചെയ്തു, എഫ് ഓഫ് 0 ഈക്വൽ ടു എഫ് ഓഫ് 1. ശരിയല്ലേ? ശരിയാണത്. അത് രണ്ടും എന്താന്നും കൂടി തന്നിട്ട് 0 കൂടിയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെ ഇവിടെ. സർ. പക്ഷെ ജനറലൈസ്ഡ് മീൻ വാല്യൂ തിയറത്തിൽ 0 ആവണമെന്ന് നിർബന്ധമില്ല. രണ്ടും എന്തായാ മതി? ഈക്വൽ ആയാൽ മതി. ഈക്വൽ ആയാൽ മതി. എന്താവണമെന്നില്ല, ഈക്വൽ ടു 0 ആവണം. ഈ 0 ആവണം. ഈക്വൽ 0 കൂടിയാണ്. എന്താണ്? 0 കൂടിയാണ്. 0 ആണ്. ഇനി ഈ ഫംഗ്ഷന്റെ വിശ്വരൂപം ഇങ്ങനെയല്ലേ, എക്സ് സ്ക്വയർ മൈനസ് എക്സ് അല്ലേ? സർ. ആ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഒരു പോളിനോമിയൽ അല്ലേ? യെസ് സർ. അയാൾ ഒരു പാവം മനുഷ്യനല്ലേ, എല്ലായിടത്തും കണ്ടിന്യൂസ് അല്ലേ? സർ. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബീയിങ് എ പോളിനോമിയൽ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് എവരിവെയർ. എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ് അല്ലേ? സർ കണ്ടിന്യൂസ്. അതുകൊണ്ട് അയാൾ എവിടെയും കണ്ടിന്യൂസ് ആണ്. എല്ലായിടത്തും ആണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലം പറയാം. ക്ലോസ്ഡ് ഇന്റർവെൽ 0,1. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ ആയില്ലേ യെസ് സർ. എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ AB. ഒന്നാമത്തെ കണ്ടീഷൻ. അപ്പൊ അയാൾ കണ്ടിന്യൂസ് ആയി ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ AB. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കണ്ടേ? സർ. 2x മൈനസ്. ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോഴും എനിക്ക് എന്താ കിട്ടിയ? ഒരു പോളിനോമിയൽ തന്നെയല്ലേ കിട്ടിയേ? സർ. 2x മൈനസ് 1 ഒരു പോളിനോമിയൽ തന്നെയല്ലേ? യെസ്. സർ. അയാൾക്ക് എല്ലായിടത്തും വാല്യൂ ഉണ്ടല്ലോ. ഉണ്ടാവും. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഓപ്പൺ ഇന്റർവെൽ ഏരിയയില് കണ്ടിന്യൂസ് ആയി എക്സിസ്റ്റ് ചെയ്താണ്. എക്സിസ്റ്റ് ചെയ്താ ഇത് എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യും. എക്സിസ്റ്റ് എവരിവെയർ. നമ്മൾ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം പറയാം. എക്സിസ്റ്റ് എവരിവെയർ. ഇൻ പർട്ടിക്കുലർ എവിടെയാ? 0 ഓപ്പൺ ഇന്റർവെൽ 0,1. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ ആയില്ലേ? ഓക്കെ. ആയില്ലേ? സർ. ഓക്കെ. മൂന്നാമത്തെ കണ്ടീഷൻ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. രണ്ട് ഈക്വൽ ആണ്. അവിടെ ഇവിടെ എന്തും കൂടി പറയാൻ വേണമെങ്കിൽ 0 അവര് 0നോട് ഈക്വൽ ആണ്. 0. അപ്പൊ രണ്ടുപേരും ഈക്വൽ ആണ്. എഫ് ഓഫ് 0 എഫ് ഓഫ് 1 ഈക്വൽ ആണ്. ഈക്വൽ ആണ്. ഈക്വൽ ആണ്. നമ്മളോട് ഈ പ്രോബ്ലത്തിൽ വെരിഫൈ ചെയ്യാനാ പറഞ്ഞെന്ന് കരുതാം. എന്ത് തിയറം? റോൾസ് തിയറം. റോൾസ് തിയറം വെരിഫൈ ചെയ്യാൻ പറഞ്ഞു എന്ന് കരുതുക. ആദ്യം ഈ മൂന്ന് കണ്ടീഷൻസും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, എൻഡ് പോയിന്റ്സിൽ ഈക്വാളിറ്റി. കേൾക്കണ്ട മോള്? മൂന്ന് കണ്ടീഷൻസ് ഏതൊക്കെയാ? കണ്ടിന്യൂറ്റി, ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ AB ഇവിടെ 0,1. നീ പോയാ? കണ്ടിന്യൂറ്റി. ക്ലോസ്ഡ് ഇന്റർവെൽ 0,1 പിന്നെ ഓപ്പൺ ഇന്റർവെൽ 0,1 ഫംഗ്ഷൻ എന്തായിരിക്കണം? കുഴപ്പമില്ല മോളെ. എവിടെ പോയി? സർ കേൾക്കുന്നില്ലേ? ഇവിടെ ഉണ്ട്. മൂന്ന് കണ്ടീഷൻസും ആയല്ലോ. സർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് സി 0 ആവേണ്ടത് സി ആരുടെ ഇടയിലാന്ന് പ്രൂവ് ചെയ്താൽ മതി. 1 0നും 1ഉം 0 എയുടെ ബി ഉണ്ട് സെന്റർ ആയാലും ഇടയ്ക്കാണെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ എഫ് ഡാഷ് കണ്ടുവച്ചിട്ടുണ്ട് എത്രയാ? 2x മൈനസ് 1 അല്ലേ? 2x മൈനസ് 1 0 ഈക്വൽ ടു 0 ആവണം. അത് എവിടെയാ നോക്കാം? 2x ഈക്വൽ ടു 1. x ഈക്വൽ ടു ആരാ? x ഈക്വൽ ടു 1/2. 1/2. അപ്പൊ ഇതാണ് നമ്മുടെ സി. ആരാ സി? ആരാ സി? സി 1/2. 1/2 ആണ്. അവിടെ എന്താ ആവണുണ്ട്? 1/2 കൊടുത്താൽ 2x മൈനസ് 1 0 ആവണില്ലേ? സർ. 2x ഈക്വൽ ടു 2x മൈനസ് 1 ഈക്വൽ ടു 0 വെച്ചിട്ടാണല്ലോ x കണ്ടുപിടിച്ചത് നമ്മള്. ഹലോ, ക്ലിയർ ആയോ? സർ ക്ലിയർ ആണ്. ക്ലിയർലി ദിസ് സി ദാറ്റ് ഈസ് 1/2 ആരുടെ ഇടയ്ക്ക് കിട്ടുന്നു? 0ന്റെയും 1ന്റെ ഇടയിലാണ്. 0ന്റെയും 1ന്റെ ഇടയിലാണ്. അതല്ലേ ആര് പറഞ്ഞേക്കണേ നമ്മളോട്? റൂൾസ് തിയർ. റോൾസ് തിയറത്തിന്റെ കൺക്ലൂഷൻ എന്താ? then there is a c in between a and b such that f dash c equal to 0 അല്ലേ? സർ. ആ സീനെ നമ്മളിവിടെ കണ്ടെത്തി. ആരാ സി? 1/2. 1/2. എന്നിട്ട് വെരിഫൈ ചെയ്യാൻ പറയുമ്പോൾ ക്ലിയർലി 0 less than 1/2 less than 1. which എന്താണ്? വെരിഫൈസ്
Rolle's theorem. Can you follow? Yes, sir. So കുറച്ചുകൂടി സ്പീഡ് ആക്കണമെങ്കിൽ ഞാൻ ഇവിടെ 1 ന് പകരം 2 കൊടുത്തു തരാം. X into x minus 2. No, sir. Interval will be. What will be the interval? X square minus 2x എന്നല്ലേ വരും അവിടെ. അതെ, 2x minus 2. interval എന്താവും? Interval ഇവിടെ നോക്കി പറഞ്ഞു നീ. ഇവിടെ 0 ആവും. 0 വരും. അതായത് 0 1 കൊടുക്കുമ്പോഴാണോ? അല്ല, ഇവിടെ എപ്പോഴാ ഫംഗ്ഷൻ വാല്യൂ സെയിം ആവട്ടെ. 2 തന്നെ കൊടുക്കുമ്പോ 0 ആവില്ലേ x? അതെ, അപ്പൊ ഇന്റർവെല് 0 1 എന്നുള്ളത് എന്തായിട്ട് മാറി? 0 2 ആയി മാറും. 0 2 ആയി. എന്താ ക്ലിക്ക് ചെയ്യില്ലേ അത്? കത്തി കത്തിണ്ട്. ഇത് നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കൂടി ശരിയാ. x square minus 2x being a polynomial, it is continuous on closed It is interval 0 2. continuous. Okay. Yes. What about derivative 2x minus 2? Am I right? Yes, sir. അത് എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യും. എവിടെ എക്സിസ്റ്റ് ചെയ്യും? 0 ഓപ്പൺ ഇന്റർവൽ Open interval 0, 2. 0, 2. f of 0 equal to f of 2 equal to എന്താണ്? 2 0 ആണ്. 0 ആണ്. ഇനി നമുക്ക് വെരിഫൈ ചെയ്യണം f dash x എവിടെ 0 ആണെന്ന് നോക്കണം. അത് ആരുടെ ഇടയ്ക്ക് കിടക്കണം? എയുടെയും ബിയുടെ അതായത് 0ന്റെയും 2ന്റെയും 2ന്റെ ഇടയ്ക്ക്. ഇവിടെ f dash x എത്ര? 2x minus 2 അല്ലേ? Yes, sir. അത് 0 ആവണം. അപ്പൊ 2x 2 ആവണം. അപ്പോൾ x എന്താവണം? X equal to 1. 2 ആയ x എത്രയാവും? 1 ആവും. 1 ആവും അല്ലേ? ഈ 1 എന്ന് പറയുന്ന ചങ്ങാതി ആരുടെ ഇടയിൽ എടുക്കുന്നത്? 0ന്റെയും 2ന്റെയും ഇടയിലാണ് കിടക്കുന്നത്. അത് ആര് വെരിഫൈ ചെയ്തു? അപ്പോ എന്ത് വെരിഫിക്കേഷൻ ആയി? റൂൾസ് തിയറം വെരിഫൈ ചെയ്തു. എന്താ അത്ര പേടിമായിരിക്കണേ? ക്ലിയർ ആയോ കുട്ടിക്ക്? സർ ക്ലിയർ ആണ്. റോൾസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറഞ്ഞു നമ്മള്. ഫസ്റ്റ് കണ്ടീഷൻ. 3 കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. സെക്കൻഡ് f dash x should exist on open interval a b and f of a should equal to f of b. 3 കണ്ടീഷൻ. Then theorem guarantees that exists. There exists a c which lies between a and b. A and B such that f dash c equal to 0. അടുത്ത ക്ലാസ് ഉണ്ടാവും അല്ലേ നിങ്ങൾക്ക്? ഹലോ. sir. ഓക്കെ, നിർത്താം. താങ്ക് യു വെരി മച്ച്. Thank you, sir. Thank you.